നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനു മേൽ പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ. ദൈവം തൻ്റെ വലതുകരത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ നാടിന് നൽകട്ടെ. മാനവ സ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രശോഭിക്കട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒറീസ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 3 സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം. ഈ ദേശങ്ങളിലുള്ള ജനകോടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗവൺമെന്റ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ 3 സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നു വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം. ഭാരതം എൻ്റെ രാജ്യമാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരുമാണ്. ചെറുപ്പം മുതലേ നമ്മുടെ ഹൃദയത്തിൽ ദൈവം എഴുതിത്തന്ന സുവിശേഷ സന്ദേശം. നമുക്ക് ഭാരതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. വിവിധ സംസ്കാരങ്ങളും വിവിധ ജീവിത രീതികളുമായി ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഭാരതീയരായ ഓരോ മനുഷ്യരുടെയും ഹൃദയ നൊമ്പരങ്ങളെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഓരോ ഭാരതീയനെയും അനുഗ്രഹിക്കണമേ. ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാവേണ്ടതിന് ഭാരതത്തിൻ്റെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ദൈവമക്കളെയും വിവിധ സംസ്കാരങ്ങളിലും വിവിധ മതങ്ങളിലും വിവിധ ജീവിത ശൈലികളിലും ജീവിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. അവരുടെ നീറുന്ന ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖങ്ങളാണ്. അവരനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെയും പ്രതിസന്ധികളാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഓരോ ഭാരതീയനെയും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഈ സഹോദരിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും അനുഭവിക്കാതെ എല്ലാ വൈവിധ്യങ്ങൾക്കിടയിലും ഞങ്ങളുടെ ഹൃദയത്തിൽ പരസ്പരം സഹോദര എന്ന് വിളിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിച്ചുകൊണ്ട് ഭാരതത്തെ മുഴുവനും അങ്ങയുടെ സ്വന്തം മക്കളായി കണ്ട് അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തുടർന്ന് വരുന്ന ഈ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഭാരതത്തിലെ എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അവരുടെ നീറുന്ന നൊമ്പരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളായി ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതുവഴി ഓരോ ഭാരതീയനെയും അങ്ങ് സ്പർശിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെങ്ങും ദൈവരാജ്യം വളരുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സുവിശേഷം നിറയുവാൻ പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അഭിഷേകത്തോടെ എന്നെ കാണുന്നവരെ, കേൾക്കുന്നവരെ പ്രാർത്ഥനയോടെ ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. യേശുവേ,
ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വാഴും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വാഴും പരിശുദ്ധാത്മാവേ, നിറയണമേ ഞങ്ങളിൽ നിറയണമേ, നിറയണമേ ഞങ്ങളിൽ നിറയണമേ, ജീവജലത്തിനരൂപിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, സംസ്ഥാനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവേ നിറയണമേ. ആ മക്കളിലേക്ക് നിന്റെ ആത്മാവിന്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ, ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവേ നിന്റെ രാജ്യത്തിന് വേണ്ടി, നിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ മക്കളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിറഞ്ഞ് എല്ലാവരും ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരൂപിയായി ഒഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ, ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ഈ ദേശങ്ങളിൽ നിറയണമേ, രാജ്യങ്ങളിൽ നിറയണമേ. എല്ലാ മക്കളിലേക്കും ആത്മാവിന്റെ ശക്തി നിറയട്ടെ, ശക്തി പ്രാപിക്കട്ടെ, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരും ചേർന്ന് പാടി നിറയണമേ, നിറയണമേ, ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരൂപിയായി എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും നിറയട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തോടെ, ജീവനോടെ, വലിയ ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവജലത്തിന്റെ അരൂപി ഈ ദേശത്ത് കത്തിപ്പടരട്ടെ, ജീവജലത്തിന്റെ അരൂപി ഈ ദേശത്തെ കുടുംബങ്ങളിൽ കത്തിപ്പടരട്ടെ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃഷി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കാലാവസ്ഥ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയോട് വിമല ഹൃദയത്തിലേക്ക് പ്രത്യേകമായി ഒറീസ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:23 ഇപ്രകാരം വചനം പറയുന്നു: എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തു ചോദിക്കുന്നുവോ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ദേശങ്ങളെ അനുഗ്രഹിക്കണമേ, നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി മാതൃരാജ്യത്തെയും ഈ 3 സംസ്ഥാനങ്ങളെയും
അവിടുത്തെ കാലാവസ്ഥയും സമർപ്പിച്ചു പ്രത്യേകമായി കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഏറ്റെടുക്കണമേ കർത്താവേ. അമ്മയുടെ വിമല ഹൃദയം മതി ഈശോ ഈശോയുടെ ദിനഹൃദയത്തിലേക്ക് ഓ കർത്താവേ നാനാജാതി മതസ്ഥരെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ. ഒരിക്കൽ കൂടി രണ്ട് കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ. സംസ്ഥാനങ്ങളിലെ ഹല്ലേലൂയ കർത്താവേ. ആത്മാവിനെ അതിന്റെ വിശിഷ്ട പൗർണമികമായി സ്വർഗ്ഗം തുറന്ന് അവിടുത്തെ അഗ്നി അയക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവായ ഈശോയെ, പ്രത്യേകമായി 3 സംസ്ഥാനങ്ങളിലെ എല്ലാ രാഷ്ട്രീയ അധികാരികളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാരെ, മല്ലന്മാരെ, മറ്റു മിനിസ്റ്റേഴ്സിനെ, അവിടെയുള്ള MP-മാരെ, സാമൂഹ്യ പ്രവർത്തകരെ, കർത്താവെ എല്ലാ രാഷ്ട്രീയ അധികാരികളെയും തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നീതി സ്ഥാപിതമാകുവാൻ, കർത്താവ് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രവർത്തനങ്ങൾ ദൈവിക കൃപകൾ നിറയുന്നതിന് വേണ്ടി കർത്താവെ നിന്റെ ഉന്നതമായ അഭിഷേകം ആ സംസ്ഥാനങ്ങളിലേക്ക് ക്ഷണിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒന്ന് ചേർന്ന് ആ ദേശത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൈവമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവമേ, ആന്ധ്രയിലും തെലങ്കാനയിലും ഒറീസയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭാ സമൂഹങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ രൂപതകളെയും രൂപത അധ്യക്ഷന്മാരെയും സമർപ്പിക്കുന്നു. കർത്താവെ, സഭാ ശുശ്രൂഷയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ, മാതൃരാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദികരെ, സന്യസ്തരെ, അൽമായരെ ഞങ്ങളിതാ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും കർത്താവെ രാജ്യത്തിന് വേണ്ടി കർത്താവെ പടപൊരുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, ദയ തോന്നണമേ കർത്താവെ. ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ. അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യാൻ ഒരുപാട് ദൈവവിളികൾ ഉയരട്ടെ കർത്താവെ. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കർത്താവെ ആ മക്കൾക്ക് നൽകണമേ. അനുഗ്രഹിക്കണമേ കർത്താവെ. ആ മക്കളെ ആശീർവദിക്കണമേ. കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവെ ദേശത്തിന് വേണ്ടി, അതേ കർത്താവെ സഭാ സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കൽ കൃപ സഭാ സമൂഹങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി അവരിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി അവരിൽ കത്തി പടരണമേ. എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി യേശുവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അറിയാതെ തെറ്റായ മാർഗത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ, മദ്യത്തിനും മയക്കുമരുന്നിനും ഇന്റർനെറ്റ് എന്നിവയിലൂടെ കടന്ന് കർത്താവെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി പഠിക്കാൻ സാധിക്കാത്തവരെയും, എത്ര പഠിച്ചിട്ട് ഓർമ്മ കിട്ടാത്തവരെയും, പരീക്ഷ ഭയമുള്ളവരെയും, എന്നാൽ കർത്താവെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിദ്യാലയങ്ങളുണ്ട്, പക്ഷെ പഠിക്കാൻ മക്കളില്ല. പല സ്ഥലങ്ങളിലും മക്കളുണ്ട്, പക്ഷെ അവിടെ വിദ്യാലയങ്ങളില്ല. എല്ലാം ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ അധ്യാപകരെയും, എല്ലാ വിദ്യാർത്ഥിനികളെയും, എല്ലാ വിദ്യാലയങ്ങളെയും, എല്ലാ ദേശങ്ങളെയും രാജ്യങ്ങളെയും ചേർത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യുവാവായ യേശുവേ, യുവജനങ്ങളെ ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവജനങ്ങളെ. കർത്താവേ, യുവജനങ്ങൾ തകർന്നാൽ ഞങ്ങളുടെ രാജ്യം തകരും. നല്ല തമ്പുരാനെ, ഞങ്ങളെ യുവജനങ്ങളെ അവിടുന്ന് ആശീർവദിക്കണം. പ്രത്യേകമായിട്ട് കർത്താവേ,
തളർന്ന് തകർന്നു കഴിയുന്ന ഒരു സമൂഹത്തെ ഞങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയവര്, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കഴിയുന്നവര്, ഈശോയെ തൊഴിലാതെ അലയുന്ന ലക്ഷക്കണക്കിന് മക്കളുണ്ട്. ഈശോയെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ അരുളി ചെയ്ത കർത്താവെ, അനുയോജ്യമായ ഉപജീവന മാർഗങ്ങൾ നൽകി ഞങ്ങളെ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. നിരാശയ്ക്ക് അടിമപ്പെടാതെ കർത്താവെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള വലിയ മോഹം അവരിൽ ഉദിപ്പിക്കണമേ കർത്താവെ. തിന്മയുടെ സ്വാധീനങ്ങളിൽ അവർക്ക് വലിയ വിടുതൽ നൽകണമേ കർത്താവെ. കർത്താവെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് നന്മ മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി യുവജന നിരയിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി യുവജന നിരയിൽ പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. അപ്പോസ്തല പ്രവർത്തനം 3:25. കർത്താവെ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഭൂമുഖത്തുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നരുളി ചെയ്ത ദൈവമേ, കർത്താവ് ഈ സ്ഥലങ്ങളിലെ എല്ലാ കുടുംബങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഉറപ്പ്, വിദ്വേഷം, കലഹം, മദ്യത്തിൻ്റെ ദുരുപയോഗങ്ങൾ, കർത്താവ് മീഡിയയുടെ കടന്നുകയറ്റം, കർത്താവ് പരസ്പര സ്നേഹമില്ലായ്മ, കർത്താവ് പലതരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളോട് തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളും കർത്താവ് നിൻ്റെ കരുണയാൽ പരസ്പര സ്നേഹത്തിലും പരസ്പരം മനസ്സിലാക്കും വിശുദ്ധമായ കുടുംബങ്ങൾ ആയി തീരുവാൻ, കർത്താവിന്റെ കൃപയിൽ നിറയുവാൻ, കർത്താവ് സമാധാനത്തോടെ കുടുംബം നയിക്കുവാൻ, അവിടെ ജീവിത മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗപീഠനവരെ രക്ഷിച്ച കർത്താവ് പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ഓരോ കുടുംബങ്ങളുമായി തീരുവാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ കുടുംബങ്ങളും, മാതാപിതാക്കളും, മക്കളും, സഹോദരങ്ങളും അഭിഷേകം ചെയ്യണമേ. ഓ കാരുണ്യവാനായ ദൈവം, പുറപ്പാട് 15:26 ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവെ, ആ വചനത്തിന്റെ ശക്തി എല്ലാ രോഗികളിലേക്ക് കടന്നു ചെല്ലട്ടെ കർത്താവ്. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും ഇതാ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, എയ്ഡ്സ് രോഗികൾ, തളർവാദ രോഗികൾ, കിഡ്നി രോഗികൾ, ഇല്ല കർത്താവേ, പേരറിയാൻ പോലും പറ്റാത്ത അനേകം വ്യാധികൾക്ക് അടിമപ്പെട്ട് അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അണിപ്പഴുതുള്ള കരങ്ങൾ കർത്താവെ ആ മക്കളുടെ നേരെ നീട്ടണമേ. തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം കർത്താവെ അവരിൽ വീഴട്ടെ. ഓ കർത്താവെ, സഹനങ്ങളെ പ്രത്യാശയോടെ നോക്കിക്കാണാൻ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ രോഗികളും കർത്താവേ ആശ്വസിക്കപ്പെടട്ടെ കർത്താവേ. അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാം ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. അവർക്ക് വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. അത്ഭുത രോഗസൗഖ്യങ്ങൾ അവിടുത്തെ നാമത്തിൽ സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് ഇതാ കരമുയർത്തുന്നു കർത്താവേ. സൗഖ്യം അറിയട്ടെ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി അവരിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി അവരിൽ കത്തി പടരണമേ. രണ്ട് കരങ്ങളും ഉയർത്തി പിടിക്കാം. ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പ്രത്യേകമായി മാതൃരാജ്യത്തെയും ഈ 3 സംസ്ഥാനങ്ങൾ, ഒറീസ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശങ്ങളെ അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹം കൊണ്ട് ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ സമാധാനം നൽകണമേ. നിന്റെ സന്തോഷം നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ചേർത്ത് ആഗ്രഹത്തോടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഭവനങ്ങളിൽ നിന്ന്
ജോലി സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈ നിമിഷം തൊടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. നിന്റെ ദൈവിക ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏറെ ആഗ്രഹത്തോടെ എല്ലാവർക്കും അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമലോഭവ മാതാവേ, എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെയും പ്രത്യേകമായി ഈ 3 സംസ്ഥാനങ്ങളെയും ഒറീസ, ആന്ധ്ര, തെലങ്കാന അതിന്റെ എല്ലാ സർക്കാർ അധികാരികളെയും മതസാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെയും കുടുംബങ്ങളെയും അതിലെ ഭാവി ഭൂത വർത്തമാനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും ക്രമീകരണങ്ങളെയും പ്രശ്നങ്ങളെയും തീരുമാനങ്ങളെയും ദൈവമഹത്വത്തിനായി മാറ്റുവാൻ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതീക്ഷയുടെ പ്രതീകമായി നമ്മളിപ്പോൾ 3 പൂക്കൾ സമർപ്പിക്കുകയാണ്. തുടർന്ന് ഇന്ത്യയുടെയും പ്രത്യേകമായി 3 സംസ്ഥാനങ്ങളെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ പ്രഖ്യാപിച്ചുകൊണ്ട് സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടറായ റവറൻ ഫാദർ ധീരജ് സാബു IMS മാതാവിനെ കിരീടം ധരിപ്പിക്കുന്നു. ഏറെ സ്നേഹത്തോടെ പരിശുദ്ധമ്മയോടെ ഗാനത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കിടക്കാം. മരിയാംബികേ വരദായികേ അമ്മയെ കണ്ടു ആശ്രയം നീ വിമലാംബികേ. മരിയാംബികേ വരദായികേ ആശ്രയം നീ വിമലാംബികേ. അഴലാമാഴിയിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരി. അമ്മയെ കണ്ടുകൊണ്ട് അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരി. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരി. വിശുദ്ധ കുരിശിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കാൽവരി മലയിൽ ഞങ്ങൾക്കായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കായി അനുഗ്രഹ കവാടം തുറന്നെന്ന് ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങൾക്കും അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേ കർത്താവെ. അവരെ ഓരോരുത്തരെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. അവരെ അങ്ങ് ഈ നിമിഷത്തിൽ അനുഗ്രഹിക്കണമേ. ഈ നിമിഷത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനായജ്ഞത്തിൽ തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. 9506722084 സ്വാന്തന കമ്മ്യൂണിറ്റി.